പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നേരം വൈകുന്നേരത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. നല്ല വാർത്തകളുടെ ഒരു കുത്തൊഴുക്കുള്ള ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഇസ്രായേലിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. 2 വർഷം ഹമാസിന്റെ തടങ്കലിലായിരുന്ന ബന്ധികൾ ഇസ്രായേലിൽ അവരുടെ ബന്ധുക്കൾക്കടുത്തേക്ക് എത്തുന്ന ദിവസമാണ്. അപ്പോൾ ലോകത്ത് നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കേരളത്തിലേക്ക് വന്നാൽ അവിടെയും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. ജനീഷാണ്, OA ജനീഷാണ് പുതിയ അധ്യക്ഷൻ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനം ഒഴിഞ്ഞ അന്ന് മുതൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ബിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കി ദേശീയ സെക്രട്ടറിയാകും എന്ന വിവരങ്ങളാണ്. നേരത്തെ തന്നെ ഈ സാധ്യതകൾ ന്യൂസ് 18 വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബിനു ചുള്ളിയിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. OJ ജനീഷിന് വേണ്ടി ഷാഫി പറമ്പിൽ വിഭാഗം നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നുവെന്ന് വേണം പറയാൻ. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുകയും AICസിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് തൃശൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ OJ ജനീഷ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുകയാണ്. അബിൻ വർക്കി, അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് I ഗ്രൂപ്പ് നിർദ്ദേശിച്ച അബിൻ വർക്കി ദേശീയ സെക്രട്ടറിയായി മാറും എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതോടൊപ്പം KM അഭിജിത്തിനും സെക്രട്ടറിയുടെ ചുമതല നൽകിയിട്ടുണ്ട്. അതായത് A ഗ്രൂപ്പ് മുമ്പോട്ട് വെച്ച പേര് KM അഭിജിത്തിന്റേതായിരുന്നു. അഭിജിത്ത് ഒരു ഘട്ടത്തിൽ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിത്വത്തിൽ തടയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അഭിജിത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണന നൽകണമെന്ന ആവശ്യത്തിൽ A ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും പൊട്ടിത്തെറികൾക്ക് വഴിവെക്കാതെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വലിയൊരു ആശ്വാസത്തിലാണ് ദേശീയ നേതൃത്വം. പക്ഷേ അബിൻ വർക്കിക്ക് വേണ്ടി അവസാനം വരെ നിലയുറപ്പിച്ച I ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം ഈ ദേശീയ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഷാഫി പറമ്പിൽ നടത്തിയ സമ്മർദ്ദ നീക്കം തീർച്ചയായും വലിയ സമ്മർദ്ദമാണ് അബിൻ വർക്കിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. രമേശ് ചെന്നിത്തലയൊക്കെ മുൻപന്തിയിൽ നിന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, മറിച്ച് ഏതെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ രാജിവെക്കും മുഴുവൻ അംഗങ്ങളും എന്ന തരത്തിലുള്ള ഭീഷണികളും ഉയർത്തിയിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല എന്നതാണ് കാണുന്നത്. ഇതൊരു സമവായത്തിലൂടെ നടപ്പിലാകുമെന്നാണോ കരുതുന്നത്, അതോ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം I ഗ്രൂപ്പ് ശക്തമായി മെറിറ്റ് അടിസ്ഥാനത്തിൽ അവന് തന്നെ അധ്യക്ഷ സ്ഥാനം കൈമാറും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ താഴെ ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചിരുന്നത് അബിനാണ്. പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രതിനിധികളാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടി അങ്ങനെയായ അത് സാമുദായിക സമവാക്യങ്ങൾ തെറ്റിക്കും. അതുകൊണ്ട് അവന് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു ഒരു വിഭാഗം. ആ സമ്മർദ്ദ നീക്കം ഫലം കണ്ടിരിക്കുന്നു. അതാണ് OJ ജനീഷിന് അവസരമായി മാറിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിൽ സമരരംഗത്ത് സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് OJ ജനീഷ് അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഗ്രൂപ്പ് നേതാക്കൾ വരും ഇതോടെ ഈ തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നു. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു എന്നതാണ്. എന്നാൽ ഈ തീരുമാനത്തോട് എങ്ങനെയായിരിക്കും
പ്രതികരണം, ഒരുപക്ഷെ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആധിപത്യം ഉറപ്പിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് എത്രമാത്രം സുതാര്യതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്കറിയാം. വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് ഉൾപ്പെടെ ഉള്ള വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നതാണ്. അതിനുശേഷം ലൈംഗിക അപവാദത്തിൽപ്പെടുന്നു. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും അവർക്ക് സ്വീകാര്യനായ, അവർ പിന്തുണയ്ക്കുന്ന ഒരാളെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താൻ കഴിയുന്നു എന്നത് ഷാഫി വിഭാഗത്തിന്റെ ഒരു മേൽക്കൈ സൂചിപ്പിക്കുന്നതല്ലേ? അങ്ങനെ ഒരു ആധിപത്യം പുലർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന് കഴിയുന്നു എന്ന സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ വരുന്നുണ്ടോ? അത് തന്നെയായിരിക്കും നേതൃത്വം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും. രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സമയം മുതൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണ് എന്ന വിമർശനമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അതേ ഷാഫി വിഭാഗത്തിന്റെ പിന്തുണയോടെ OJ ജനീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ഒക്കെ സെക്രട്ടറിമാരാക്കി പരിഗണിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാൻ ഒരു അവസരം നൽകിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമായിരിക്കും സംഘടനാ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും നടത്തുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രൂപ്പ് നേതാക്കൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴത്തെ തീരുമാനത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും. എന്തായാലും രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു അഴിച്ചുപണി നടക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ലൈംഗിക ആരോപണ വിധേയനാകുന്ന സാഹചര്യത്തിലാണ് ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് സ്വീകാര്യനായ ഒരു വ്യക്തി തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അതിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെ ഒതുങ്ങുന്നു എന്നതാണ് സാഹചര്യം. സ്വാഭാവികമായും ക്ലെയിം ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന് ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കിക്കായിരുന്നു. അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമായി ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഭീഷണി ഉൾപ്പെടെ, അധ്യക്ഷ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ രാജി എന്ന ഭീഷണി ഉൾപ്പെടെ ഉയർന്നതിന് ശേഷവും ഇപ്പോൾ ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച, അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള ജനീഷ് തന്നെ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നതാണ്. എങ്ങനെ ഒരു നിർണായക തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഫലിക്കാൻ പോകുന്നു, അവരെ ബാധിക്കാൻ പോകുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നത് തന്നെയാണ്. ചില അതൃപ്തികൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ, ഈ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ താഴെത്തട്ടിൽ ഏറ്റവും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ വേണ്ടിവരുന്ന ഘട്ടം കൂടിയാണിത്. സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമായാലും മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച വിവാദമായാലും അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ മുന്നിലുണ്ട്. അവിടെയൊക്കെ സമരരംഗത്തും മറ്റും ഏറ്റവും മുന്നിലുണ്ടാകേണ്ട സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. അവിടെയാണ് ഇത്തരമൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ ഭവിക്കുമോ അതോ തിരിച്ചടി ഉണ്ടാകുമോ? ഇത് കൂട്ടായ്മയുടെ തീരുമാനമല്ല എങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മോശം ദിവസങ്ങളായിരിക്കുമോ? നമുക്ക് എങ്ങനെ പ്രവചിക്കാനൊന്നും ആവില്ല. നിലവിൽ അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി കാത്തിരിക്കാം ഏത് തരത്തിലായിരിക്കും നേതാക്കൾ അതിനോട് പ്രതികരിക്കുക എന്നത്. കാരണം KC വേണുഗോപാൽ അടക്കം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തനായ ദേശീയ നേതൃത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം തന്നെ ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്തുകയും പ്രശ്നപരിഹാരത്തിന് അനുരഞ്ജന ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് നീക്കത്തിന്റെ ഭാഗമായി OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തോടെ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ ഗതി തീരുമാനിക്കുക. ഡാൻ, ബിനു ചുള്ളിയിൽ അത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും അർഹൻ ബിനു ചുള്ളിയിലാണ് എന്ന തരത്തിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചാരണമുണ്ടായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന, ചാനൽ ചർച്ചകളിൽ കാണുന്ന മുഖമല്ലാത്ത വ്യക്തി എന്ന നിലയിൽ ബിനു ചുള്ളിയിലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടുതലുമായിരുന്നു. അപ്പോൾ അന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പിന്തുണ ലഭിച്ചിരുന്ന വ്യക്തിയാണ് ബിനു ചുള്ളിയിൽ. അതിനുശേഷമാണ് റിയൽ വേഴ്സസ് റിയൽ ഏറ്റുമുട്ടലൊക്കെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ കാണുന്നത്. അത്തരത്തിൽ ഈ
റീൽ താരങ്ങളെ പൊളിച്ചെഴുതാനുള്ള നീക്കങ്ങളൊക്കെ കണ്ടു. അതിനുശേഷവും ബിനു ചുള്ളിയിൽ ഒരു പരിഗണന ആവാത്ത അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ സാഹചര്യം എന്താണ്? അതായത് KC വേണുഗോപാൽ പക്ഷത്തിന്റെ വിശ്വസ്തനാണ് ബിനു ചുള്ളിയിൽ. അതുകൊണ്ട് തന്നെ ഹരിപ്പാടിൽ നിന്നുള്ള ബിനു ചുള്ളിയിലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഐ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല വിഭാഗം നിലപാട് ഘടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പൊട്ടക്കറികൾക്കും തർക്കങ്ങൾക്കും അവസരം ഉണ്ടാക്കാതിരിക്കാൻ KC വേണുഗോപാൽ തന്നെയാണ് ബിനു ചുള്ളിയിലിനെ അനുനയിപ്പിച്ച് ഈ ഒരു അവസരത്തിൽ പിൻവാങ്ങണം, മറ്റൊരു അവസരത്തിൽ പാർട്ടി മികച്ച പരിഗണന നൽകും എന്ന ഒരു ഉറപ്പ് നൽകിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ദേശീയ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലേക്ക് ബിനു ചുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ബിനു ചുള്ളിയുടെ മുമ്പിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും എന്ന് KC വേണുഗോപാൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഉണ്ടായ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കാനിടയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ബിനു ചുള്ളിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അല്ലാതെ ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് ബിനുവിനെ കളഞ്ഞു എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വരെ വഴിവെക്കാൻ സാധ്യതയുള്ള ഒരു പദവി, വർക്കിംഗ് പ്രസിഡന്റ് പദവി ഈ നിർണായക ഘട്ടത്തിൽ ബിനു ചുള്ളിയിലിന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഡാൻ കുര്യനാട് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നു. ബിനു ചുള്ളിയിലാണ് വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത് ഏകകണ്ഠമായുള്ള തീരുമാനമാണോ, യോജിപ്പിൽ എടുത്ത തീരുമാനമാണോ, സമവായ നീക്കമാണോ, എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ടോ, അതോ മറിച്ച് അഭിപ്രായങ്ങളുണ്ടോ, ഭിന്ന അഭിപ്രായങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാകാൻ കഴിയുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണം നേരിട്ട് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞുകിടന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ ഏറെ ചർച്ചകൾക്കൊടുവിൽ സമവായത്തിലൂടെ ഒരു ആളെ എത്തിയിരിക്കുകയാണ്. OJ ജനീഷാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ. നമുക്കിനി നേരം വൈകുന്നേരത്തിലെ ഫോക്കസ് വാർത്തകളിലേക്ക് പോകാം. 2 വർഷത്തെ നരനായാട്ടിന് ശേഷം ഏതാണ്ട് 70,000 മനുഷ്യരുടെ മരണത്തിന് ശേഷം ഗസയിൽ സമാധാനം പുലരുന്ന ദിവസമാണ് ഇന്ന്. ബന്ദി കൈമാറ്റം ഉൾപ്പെടെ സാധ്യമായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന കാര്യങ്ങൾ, ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയാണ്. ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും ട്രംപിലേക്കാണ്. 8 മാസത്തിനിടെ താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതാണ് ട്രംപ് പറയുന്നത്. താൻ അതിന് പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള നേതാവാണ് എന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ ട്രംപ് എത്തുമ്പോൾ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ട്രംപിന് നന്ദി അറിയിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ ട്രംപിന്റെ പങ്ക് എന്താണ് എന്നത് ഓരോരുത്തരും ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതിൽ ഡൊണാൾഡ് ട്രംപ് അറബ് രാഷ്ട്രങ്ങൾക്കുൾപ്പെടെ അറബ് മുസ്ലിം രാഷ്ട്ര തലവന്മാർക്ക് നന്ദി പറയുന്ന സാഹചര്യവുമുണ്ടായി. ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ചരിത്രപരമായ നിമിഷമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചതിന് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പ്രത്യേക ഇടപെടൽ നടത്താനായി എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ആ രാഷ്ട്ര തലവന്മാർക്ക് നന്ദി അറിയിക്കുകയുമായിരുന്നു. ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ട്രംപ് പറയുന്നു. 8 മാസത്തിനിടെ താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദവും അദ്ദേഹം നടത്തുകയാണ്. ഇസ്രായേൽ പാർലമെന്റിൽ ട്രംപ് സംസാരിക്കുന്നതിനിടെ ഒരാൾ ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു അയാൾ എണീറ്റത്. ഇയാളെ ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. പൊതുവെ വൻ വരവേൽപ്പാണ് ട്രംപിന് ഇസ്രായേലിൽ ലഭിക്കുന്നത്. ഇന്ന് ബന്ദി കൈമാറ്റം നടക്കുന്ന സമയത്താണ് ട്രംപ് ഇസ്രായേലിലേക്ക് എത്തിയത്. അവിടുത്തെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ ട്രംപിന് നൽകി ആദരിക്കുന്ന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിച്ചതിന്റെ ഒരു ഭാഗം കേട്ടിട്ട് തിരിച്ചെത്താം. We gather on a day of profound joy, of soaring hope, of renewed faith, and above all,
a day to give our deepest thanks to the Almighty God of Abraham, Isaac, and Jacob. After 2 harrowing years in darkness and captivity, 20 courageous hostages are returning to the glorious embrace of their families, and it is glorious. 28 more precious loved ones are coming home at last to rest in this sacred soil for all of time. And after so many years of unceasing war and endless danger, today the skies are calm, the guns are silent, the sirens are still, and the sun rises on a holy land that is finally at peace, a land and a region that will live, God willing, in peace for all eternity. Everybody loves Steve, and they respect him, and they somehow can relate to him. I've known him for many years, and I've seen it over and over again. להוציא את חבר הכנסת עודה, להוציא אותו מהאולם, להוציא אותו מיד, החוצה, החוצה, החוצה. להוציא גם את חבר הכנסת כסיף, להוציא את חבר הכנסת כסיף מהאולם, להוציא אותו מיד. Sorry for that, Mr. President. Thank you. Please. That was very efficient. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിനെ ഒരു പാർലമെന്റ് അംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ചു സമയം അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് സുരക്ഷാ അംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ട്രംപ് സംസാരിച്ചു തുടങ്ങിയത്. എന്തായാലും ഇസ്രായേലിനുള്ള തന്റെ പിന്തുണ ആവർത്തിച്ചുറപ്പിക്കുകയാണ് ട്രംപ് അവിടെ ചെയ്യുന്നത്. ഈ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ മോശം സമയം ഇരു രാഷ്ട്രങ്ങൾക്കും കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന കാര്യം കൂടി ട്രംപ് ഇന്ന് അവിടെ പറയുകയുണ്ടായി. എന്തായാലും ട്രംപിന് വൻ വരവേൽപ്പാണ് ഇസ്രായേലിൽ ലഭിച്ചത്. വിമാനത്താവളത്തിൽ നെതന്യാഹു നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. 2 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിച്ച ട്രംപിന് വീരപരിവേഷത്തോടെയാണ് ഇസ്രായേലിൽ സ്വീകരണം ലഭിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. നെതന്യാഹു നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിക്കുന്നു. വളരെ വലിയ ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ട്രംപ് ഇസ്രായേലിൽ കാലുകുത്തിയത്. മാത്രവുമല്ല, ബന്ദികളുടെ കുടുംബാംഗങ്ങളും ട്രംപിന്റെ വരവിനെ അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കാരണം 2 വർഷം ഹമാസിന്റെ തടങ്കലിലായിരുന്ന മനുഷ്യർ തിരികെ ഇസ്രായേലിലേക്ക് എത്തുന്ന ദിവസം തന്നെയാണ് ട്രംപ് ഇസ്രായേലിലെത്തുന്നത്, അവരുടെ ആതിഥേയത്വം ഏറ്റുവാങ്ങുന്നത്, അവിടുത്തെ പരമോന്നത ബഹുമതി സ്വീകരിക്കുന്നത്. ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ ട്രംപിന്റെ ഇടപെടൽ എന്നത് അത്ര മഹത്തരം എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. നെതന്യാഹു ട്രംപിന് ആവർത്തിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. ആ രീതിയിൽ ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ട്രംപ് ഇപ്പോൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ അവിടേക്ക് എത്തിയത്. മറ്റൊന്ന്, ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അവിടെ നിന്നും ഉള്ളത് ഇസ്രായേലിലേക്ക് ബന്ദികൾ എത്തുന്നു എന്നതാണ്. ഹമാസ് 2 ഘട്ടങ്ങളിലായാണ് 20 ബന്ദികളെ മോചിപ്പിച്ചത്. ഓഗസ്റ്റ് 7-ാം തീയതി 2023 ഓഗസ്റ്റ് 7-ന് നടത്തിയ അൽ അക്സ പ്രളയം എന്ന പേരിലുള്ള ഓപ്പറേഷൻ അത് നടത്തി അന്ന് തടവിലെടുത്ത മനുഷ്യരിൽ അവശേഷിക്കുന്ന ജീവനോടെയുള്ള 20 ബന്ദികളെയാണ് ഇന്ന് റെഡ് ക്രോസിന് കൈമാറിയത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യം 7 പേരെയും പിന്നീട് 13 പേരെയും ഒറ്റഘട്ടമായി 13 പേരെയുമാണ് കൈമാറിയത്. 3 ഘട്ടങ്ങളായി കൈമാറും എന്നതായിരുന്നു നേരത്തെയുള്ള അറിയിപ്പെങ്കിൽ ആദ്യം 7 പേർ പിന്നീട് 13 പേർ എന്നിങ്ങനെ 20 പേരെയും ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടു നൽകിയിരിക്കുകയാണ്. അവർ
ഇപ്പോൾ അവർ ഇസ്രായേലിലേക്ക് എത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ വൻ വരവേൽപ്പ് അവർക്ക് ഒരുക്കുന്നു. ആദ്യം കുറച്ച് സമയം മാത്രം ഈ ബന്ധുക്കളുമായി ഒരു ഇടപെടലിനുള്ള അവസരം നൽകിയതിനു ശേഷം കൂടുതൽ വൈദ്യ പരിശോധനകൾക്കായിട്ടാണ് ബന്ദികളാക്കപ്പെട്ടവരെ കൊണ്ടുപോവുക. കാരണം 2 വർഷക്കാലം ഹമാസിന്റെ തടങ്കലിലായിരുന്നു അവർ. പല ഇടങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. പല ഒളി സങ്കേതങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ഉണ്ടായി. വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. മാത്രവുമല്ല, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുള്ള പരിശോധനകൾക്ക് കൂടിയായിട്ടാണ് അവരെ വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഇസ്രായേൽ വിട്ടു നൽകുന്ന ആളുകളുടെ, അത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 236 പേർ, മറ്റ് പിടിയിലായ 1700 പേർ എന്നിങ്ങനെ ഉള്ള ആളുകളുടെ, പലസ്തീനികളുടെ കൈമാറ്റമാണ് നടക്കുന്നത്. അത് രാമള്ളയിൽ അല്പസമയത്തിനകം നടക്കും എന്ന വിവരമാണ് വരുന്നത്. ആദ്യ ഘട്ടം എന്ന നിലയിൽ രാമള്ളയിൽ ആദ്യ ബാച്ചിനെ കൈമാറ്റം സാധ്യമാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 1700 തടവിലായവരെയും 250 ജീവപര്യന്തം തടവുകാരെയുമാണ് വിട്ടയക്കാൻ പോകുന്നത്. The first group have begun arriving in Ramallah എന്നതാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ രാമള്ളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ രാമള്ളയിലേക്ക് അവരെ എത്തിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. അപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ കൈമാറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ ആഹ്ലാദം ഉള്ള അവസരം കൂടിയാണ്. 2 വർഷത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾ തിരിച്ചെത്തുന്നു എന്നത്. അതുകൊണ്ടാണ് ഈ ഇവരുടെ മടങ്ങിവരവ് ദിവസം തന്നെ ഇസ്രായേലിലെത്തുന്ന ട്രംപിനും അവർ ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പാർലമെന്റിൽ ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് നെതന്യാഹു സംസാരിച്ചതിന്റെ ഒരു ഭാഗം കൂടി കേൾക്കാം. מכובדי הנשיא הרצוג ורעייתו מיכל, מכובדי הנשיא הרצוג ורעייתו מיכל, מכובדיי הרבים, ובראשם ידידנו הגדול, נשיא ארצות הברית, הנשיא דונלד ג'יי טראמפ. הנשיא דונלד ג'יי טראמפ. ട്രംപ് സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ സഹായത്താൽ എല്ലാം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. കാരണം യുദ്ധമുഖത്ത് ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ സഹായവും അമേരിക്കയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇനി സമാധാനത്തിന്റെ സമയമാണെന്നും മിഡിൽ ഈസ്റ്റിൽ ആകെ സമാധാനം കൊണ്ടുവരണമെന്നും അതിന് ഒപ്പം നിൽക്കണം എന്നുമുള്ള കാര്യമാണ് ട്രംപ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് ബന്ദി കൈമാറ്റം നടക്കുന്നു, മറുഭാഗത്ത് ട്രംപിന് വൻ വരവേൽപ്പ് നൽകുന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന ക്ലെയിം ട്രംപ് ആവർത്തിക്കുകയാണ്. ഒപ്പം അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 8 മാസത്തിനിടെ 8 യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടിയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആശങ്കകൾ അകലുന്നില്ല. ബന്ദി കൈമാറ്റത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ സമാധാനം ശാശ്വതമായിരിക്കുമോ? എത്ര നാൾ നീണ്ടു നിൽക്കും? ഒരു പക്ഷേ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രായേൽ നിലപാട് മാറ്റുമോ? തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആശങ്കകളുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ഭീഷണികൾ ആക്രമണം ഭയന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത മനുഷ്യർ ഗസയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചെത്തുമ്പോൾ അവർ സന്തോഷത്തോടെ തിരിച്ചെത്തുകയാണ്. ഒരു ദീർഘനാളത്തേക്കുള്ള വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ തിരിച്ചെത്തുന്നവർ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അവർ താമസിച്ചിരുന്ന വീടുകൾ അത് മണൽ കൂമ്പാരമായി മാറിയിരിക്കുന്നതും ഒക്കെ കാണുന്ന ദുഃഖകരമായ കാഴ്ചകളാണെങ്കിൽ പോലും സ്വന്തം ഭൂമിയിലേക്ക് തിരികെ വരുന്നതിൻ്റെ ആശ്വാസം ഈ പലസ്തീനികൾ പങ്കുവെക്കുന്നുണ്ട്. അവർ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് അവരുടെ മടങ്ങിവരവ്. ഇപ്പോൾ മറ്റ് എയ്ഡ്, ഭക്ഷണവും വസ്ത്രവും ഒക്കെ അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് സുഗമമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്തുന്ന മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്നു. പക്ഷേ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. മിക്ക കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചു വരുന്ന മനുഷ്യരുടെ അതിജീവനം എന്നത് എത്രമാത്രം
പാടായിരിക്കും എന്ന്, എത്രമാത്രം ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും ഗസയുടെ പുനർജീവനം എന്നത്, എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. മാത്രവുമല്ല മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി അവിടെ ഉടലെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഹമാസ് ഒരു ഭാഗത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. പ്രാദേശിക സായുധ സംഘങ്ങളുമായി ഹമാസ് ഏറ്റുമുട്ടൽ നടത്തിയിരിക്കുന്നു. 27 പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. അത് ഇസ്രായേൽ സേന അവിടെ വിട്ട് പോയതിനു ശേഷം പ്രദേശത്തിൻ്റെ ആധിപത്യം ഹമാസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ആ ഇടങ്ങളിലേക്ക്, ആ തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ 27 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. അത് ഇനി രൂക്ഷമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യം കൂടി അറിയുന്നു. എന്തായാലും അത്തരം സൈനിക ഇടപെടലുകൾ കൂടി ഹമാസിൻ്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക സംഘങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് 27 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നത്. എന്തായാലും ഇപ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ്. 2 വർഷത്തെ ദുരിതം മാറി ഇനി സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ സന്തോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പലസ്തീൻ മണ്ണിലേക്ക് തിരിച്ചെത്തുന്ന മനുഷ്യരായാലും ബന്ദികൾ തിരിച്ചെത്തുന്ന സന്തോഷത്തിൽ ഇസ്രായേലും ഒക്കെ സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളാണ്. ട്രംപിൻ്റെ ഇടപെടൽ തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ ട്രംപിനെ സംബന്ധിച്ചായിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടലും വളരെ നിർണായകമായിട്ടുണ്ട്. ഈ മേഖലയിൽ സമാധാനം തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ച വിവരം കഴിഞ്ഞ 2 ദിവസമായി വലിയ വാർത്തയാണ്. വലിയ തരത്തിൽ പ്രാധാന്യത്തിൽ മാധ്യമങ്ങൾ അത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യക്തമാകുന്നത് ലാവ്ലിൻ കേസിലാണ് ED ഈ സമൻസ് നൽകിയിട്ടുള്ളത് എന്നതാണ്. നേരത്തെ മറിച്ചുള്ള വിവരങ്ങളാണ് വന്നതെങ്കിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് ED സമൻസ് അയച്ചിട്ടുള്ളത് എന്നതാണ്. ലാവ്ലിൻ കേസിൽ 2020 ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. 2023 ആണ് ഈ നോട്ടീസ് അയക്കുന്നത്. വിവേകിന്റെ വിദേശ പഠനത്തിന് ലാവ്ലിൻ കമ്പനിയുടെ മുതിർന്ന ജീവനക്കാരൻ മലയാളി കൂടിയായ ദിലീപ് രാഹുലൻ സ്പോൺസറായെന്ന ചില മൊഴികൾ EDക്ക് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ED സമൻസ് അയച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലാവ്ലിൻ കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2006 ക്രൈം പത്രാധിപരായ നന്ദകുമാർ DRIക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകിയത്. എന്നാൽ ഇത് ഏതാണ്ട് 15 വർഷം ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. അതിനുശേഷമാണ് ഇതിൽ ഇടപെടൽ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ED വിഷയത്തിൽ അനങ്ങുന്നത്, അന്വേഷണവുമായി ഇറങ്ങിയത് എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. പരാതിക്കാരനായ ക്രൈം നന്ദകുമാറിന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം കാനഡയിലെ ലാവ്ലിൻ കമ്പനിക്ക് നോട്ടീസ് അയച്ചു. എന്നാൽ അവർ ഈ കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്തിയില്ല. ഈ സമയത്താണ് ലാവ്ലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യൻ ചുമതലക്കാരനായ മലയാളിയായ ദിലീപ് രാഹുലിനെ പറ്റി EDക്ക് ചില മൊഴികൾ ലഭിക്കുന്നത്. EDക്ക് ലഭിച്ച മൊഴികൾ മുഖ്യമന്ത്രിയുടെ മകന്റെ പഠനത്തിനടക്കം ദിലീപ് രാഹുലൻ പണം ചെലവാക്കി എന്നതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിവേക് കിരണിന് 2023 സമൻസ് നൽകിയത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കാണ് ഈ സമൻസ് അയച്ചത്. ഇത് കൈപ്പറ്റിയില്ല. എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു സമൻസ് വന്ന് അത് കൈപ്പറ്റാതെ മടങ്ങിയതിനു ശേഷം തുടർ നടപടി ഒന്നുമില്ല. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നതാണ്. അതിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ അപ്പീൽ പരിഗണനയിലാണ്. അതുമായി ബന്ധപ്പെട്ട കേസ് എത്ര തവണ മാറ്റിവെച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുമായി
ആ സാഹചര്യവും ഈ സാഹചര്യവും നമ്മൾ കൂട്ടിയിണക്കി വായിക്കേണ്ടതുണ്ട്. അവിടെ അപ്പീലുകൾ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നു. ഇവിടെ സമൻസ് അയച്ചു, ഒരാൾ ഹാജരായില്ല, അതിനുശേഷം യാതൊരു നടപടിയില്ലാതെ ആ സമൻസ് മുങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. ഉടൻ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ അനിൽ അക്കര പരാതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യ വിഭാഗത്തിനും ED ഡയറക്ടർക്കുമാണ് ഇപ്പോൾ അനിൽ അക്കര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. ED സമൻസിൽ തുടർ നടപടിയില്ലാത്ത സാഹചര്യം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി നൽകുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഈ സാഹചര്യങ്ങളെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കുന്നത്. എന്തുകൊണ്ട് സമൻസ് അയച്ചിട്ട് ഒരു വ്യക്തി ഹാജരായില്ല എങ്കിൽ അതിൽ തുടർ നടപടികൾ ഇല്ലാതെ പോയി? സമൻസ് അയച്ചു എന്ന വിവരം എന്തുകൊണ്ട് പുറം ലോകം അറിയാതെ പോയി? 2023 ലഭിച്ച സമൻസാണ്. അപ്പോൾ ആ സമൻസ് ലഭിച്ചു എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ആരും അറിയാതെ പോയത്? ED സാധാരണ ഇത്തരം സമൻസുകൾ അയക്കുമ്പോൾ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കും. അതിൽ കൺവിൻഷൻ റേറ്റ് നമ്മൾ EDയുടെ കേസുമായൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ ED പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഈ സമൻസ് അയക്കുന്നതും കേസെടുക്കുന്നതുമൊക്കെ ആഘോഷമാക്കാൻ EDയെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ അത് ഭയപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കാനും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ഒക്കെ നീക്കം നടക്കുന്നു എന്നത് EDക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാത്രം സമൻസ് അയച്ചത്, രഹസ്യമായിട്ട് അയച്ചത് എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവും ഈ നിലയിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഈ വാർത്ത വന്ന ദിവസം മുതൽ ഇപ്പോഴും CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇതെങ്ങനെയാണ് മൂടിവെക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ? ഇപ്പോ MA ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അത് ഇല്ലാതായെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അത് ഇല്ലാതായെന്ന്? അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത്? EDയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല. നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല, പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് മൂടിവെച്ചത്? പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. CPM BJP ബാന്ധവം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്, പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നത്. അവിടെയാണ് EDയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അനിൽ അക്കര MLA ഉന്നയിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MA ബേബിയുടെ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് സംശയമുനയിൽ നിർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സമൻസ് ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ MA ബേബി CPM ദേശീയ സെക്രട്ടറി സംസാരിച്ചത്. അദ്ദേഹം ഈ സമൻസ് ഉണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് അത് പിന്നീട് ഇല്ലാതായത്, അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ കഴമ്പില്ല എന്ന് കണ്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ആ MA ബേബിക്ക് ഇന്ന് കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വന്നു. സമൻസ് ഉണ്ടോ ഇല്ലയോ എന്നത് തനിക്ക് അറിയില്ല എന്ന തരത്തിൽ അത് മാറ്റി പറയേണ്ടി വന്നു. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതായത് MA ബേബി നടത്തിയ പരാമർശം മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടാക്കി, അതിനാൽ MA ബേബിക്ക് ആ പരാമർശം പിൻവലിക്കേണ്ടി വന്നു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. CPM-ഉമായി ബന്ധപ്പെട്ട് ഇതുവരെ പാർട്ടിക്ക് ഇത്തരമൊരു സമൻസ് വന്നതായി യാതൊരു അറിവുമില്ല. നേതാക്കളും അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നില്ല. മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയാണോ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ CPM-നോ ഘടകകക്ഷികൾക്കോ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളുമില്ല. അവിടെ ഈ സമൻസ് ഉണ്ട് എന്ന തരത്തിൽ MA ബേബി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യവും ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സമൻസ് എങ്ങനെ ആവിയായി എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സമൻസ് അയച്ചു, അത് ഈ പരാതി ലഭിച്ച ഏതാണ്ട് 15 വർഷക്കാലത്തിന് ശേഷമാണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത്. അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. അതിനുശേഷം സമൻസ് വന്നതിന് ശേഷം അതിൽ ആൾ ഹാജരായില്ല, യാതൊരു മറുപടിയും ലഭിച്ചില്ല. പിന്നീട് അതെങ്ങനെ ഇല്ലാതായി എന്ന വലിയ സംശയം ഉയരുന്നുണ്ട്. ഇവിടെയാണ് CPM BJP ബാന്ധവം എന്ന ആരോപണം കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. ഇത്
അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടൽ നടത്തുന്നു കേന്ദ്ര സർക്കാർ എന്നത് CPM-ഉം കോൺഗ്രസും ഒരേപോലെ ഉയർത്തുന്ന വാദമാണ്. അങ്ങനെ ഒരു വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും അത് പുറത്തേക്ക് വന്നില്ല? ഈയിടയ്ക്ക് അവരുടെ നിലപാടിൽ നിന്ന് ഒന്നുമില്ല എന്ന് കണ്ട് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന, പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഷയമായിട്ടും എന്തുകൊണ്ട് അത് പുറത്തേക്ക് വന്നില്ല? അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരാതിരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത. അനുകൂലമായാലും പ്രതികൂലമായാലും എന്തുകൊണ്ട് വന്നില്ല, ഈ വിവരങ്ങൾ പുറത്തു വന്നില്ല? എന്തുകൊണ്ട് EDയുടെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ പുറത്തു വന്നില്ല? മറ്റുള്ളവരെ നോട്ടീസ് അയക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും താരങ്ങൾക്ക് നോട്ടീസ് അയച്ചാലും അവരെ വിളിച്ചു വരുത്തിയാലും ഒക്കെ ഇപ്പോൾ വാഹന റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ വലിയ വാർത്തയും വിചാരണയും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഇത് മാത്രം എങ്ങനെ മൂടിവെക്കപ്പെട്ടു എന്ന വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമാണ് വരുന്നത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്ന് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ് വിവരം. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരും. ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരും. മുഖ്യമന്ത്രി അതിൽ മറുപടി പറയും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റാർക്കും മറുപടി പറയാൻ കഴിയാത്ത വിഷയമാണ്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്? വിവേക് കിരണിന് ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നു. അതിൽ എന്താണ് നടപടികൾ ഉണ്ടായത്? എന്തുകൊണ്ട് അത് പുറം ലോകം അറിഞ്ഞില്ല എന്നതിന്റെ ഉത്തരമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി 6 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഈ കാര്യങ്ങൾ അവസാനം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായെങ്കിലും മുഖ്യമന്ത്രി നൽകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ സമൻസിൽ സംഭവിച്ചത് എന്നറിയാൻ. കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതാണ്. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നു. അത് സ്കൂളിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നത് സ്കൂൾ അധികൃതർ ബോധ്യപ്പെടുത്തുന്നു. അത് വലിയ പ്രശ്നമാകുന്നു. ആ വസ്ത്രം ധരിച്ചു മാത്രമേ എത്തുകയുള്ളൂ എന്ന കടുംപിടുത്തം മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നു. അത് പറ്റില്ല എന്ന നിലപാടിൽ സ്കൂൾ മാനേജ്മെന്റ് എത്തുമ്പോൾ ഭീഷണി ഉയർത്തുന്നു എന്നതാണ് സ്കൂൾ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പുറമേ നിന്ന് ആളുകൾ എത്തി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, SDPI പ്രവർത്തകരാണ് അതിന് പിന്നിൽ എന്നതാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ സ്കൂളിനെതിരെ ഭീഷണി ഉണ്ടാകുന്നു. ഭീഷണിയുടെ സാഹചര്യത്തിൽ അവിടെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ 2 ദിവസത്തേക്ക് പ്രവർത്തിക്കുന്നതല്ല എന്നൊരറിയിപ്പ് ഈ സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളെ അറിയിക്കുന്നു. ഇതാണ് വലിയ വിവാദമായത്, ആ രീതിയിൽ ചർച്ചയായത്. ഒരു സ്കൂളിന് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട തരത്തിലേക്ക് ഒരു ഹിജാബ് ധരിക്കാനുള്ള ഒരു അവകാശവാദം സ്കൂൾ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അവരുടെ മാതാപിതാക്കൾ രംഗത്ത് വരികയും പുറമേ നിന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുമൂലം 2 ദിവസം സ്കൂൾ പ്രവർത്തിപ്പിക്കാനാകാത്ത സാഹചര്യമുണ്ടായി. ഈ വിഷയം ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ആ കോടതി ഇതിന് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കണം സ്കൂളിന് എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഹിജാബ് ധരിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കോടതി ഇടപെടൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്ന് കോടതി പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ പാലിക്കണം, സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണം, സ്കൂൾ നാളെ മുതൽ തന്നെ പ്രവർത്തിക്കണം എന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ എന്താണ് ഈ ഭീഷണി ഉണ്ടായത്? ഹിജാബിന്റെ പേരിലാണ് ഭീഷണി ഉണ്ടായത്. ഒരു കുട്ടി ജൂണിൽ അഡ്മിഷൻ എടുത്ത കുട്ടി ഈ കാലം വരെയും സ്കൂൾ പറഞ്ഞ യൂണിഫോം ഇട്ട് വന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഹിജാബ് ധരിച്ചു വരുന്നു. അത് ചോദ്യം ചെയ്തു. അവിടെ നിന്നാണ് ഭീഷണി ഉണ്ടാകുന്നത് എന്നതാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത്. ആ പ്രിൻസിപ്പൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നമുക്കൊന്ന് കാണാം. നമ്മുടെ സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2ആയിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്.
4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു, നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര് നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. എന്തായാലും ഈ ശിരോവസ്ത്രം ധരിച്ച പ്രിൻസിപ്പലാണ് സംസാരിക്കുന്നത്. ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന പ്രിൻസിപ്പൽ ഹിജാബ് ധരിക്കാൻ ഒരു കുട്ടിയെ അനുവദിക്കുന്നില്ല എന്നതൊക്കെയാണ് കുടുംബത്തിന്റെ പരാതി. പക്ഷേ സ്കൂൾ മാനുവൽ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് മാനേജ്മെന്റിന്റെ നിലപാട്. അത് അക്കാര്യം അഡ്മിഷൻ സമയത്ത് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. തങ്ങൾ ഈ രാജ്യത്തെ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ ഈ കുട്ടിയെ അവർ ഭീഷണിപ്പെടുത്തി എന്ന കാര്യമാണ്. കുട്ടിക്ക് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. എന്റെ മകള് തുടക്കം മുതല് സ്കൂള് June 1 ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മൾ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. അപ്പോ പിതാവ് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു പരാതിയോ പ്രശ്നമോ തങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെടുത്തിയിട്ടില്ലെന്നാണ് PTI പറയുന്നത്. അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുക പോലും ചെയ്യാതെ ഒരു ഘട്ടത്തിൽ ഒരു ദിവസം പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സ്കൂളിന്റെ അന്തരീക്ഷത്തെ ആകെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നതാണ് PTI ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇക്കാര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നാളെ മുതൽ തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ്. അനുകൂലമാണ് കോടതിയുടെ ഇടപെടൽ എന്നാണ് സ്കൂളിന്റെ അഭിഭാഷക പിന്നീട് പ്രതികരിച്ചത്. ബേസിക്കലി ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിമല ബിനു അസോസിയേറ്റ്സിന് വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് വിമല ബിനു ആണ് ഈ കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത്. നമ്മൾ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോടതി ഇന്നത്തെ ഇന്റർവ്യൂ ഓർഡർ അനുസരിച്ച് നമുക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. സ്കൂളിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും കൊടുക്കണമെന്നും അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്റ്റേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്ന അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പൊ കുട്ടിക്ക് നാച്ചുറലി സ്കൂളിൽ വരണമെങ്കിൽ സ്കൂളിന്റെ അത് കോടതി അത് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്കൂളിൽ ഏത് കുട്ടി വരണമെങ്കിലും സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു കുട്ടിക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേകത അനുവദിക്കാനാകില്ല, വർഗീയമായ ചിന്ത സ്കൂളിൽ പാടില്ല തുടങ്ങിയ കാര്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്. കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ വിഷയം സ്കൂൾ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വസ്ത്രത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ഒരു സ്കൂളിലും സംഘർഷം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിശേഷത്തിൽ നമുക്കൊരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും വസ്ത്രവും ഇട്ടുകൊണ്ട് വരുന്നതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് വരുന്ന സ്ഥിതിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. എന്തായാലും ഈ വസ്ത്രത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും സംഘർഷവും അഭിപ്രായ വ്യത്യാസവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.
എന്തായാലും അതൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കാം. അതൊരു വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെടാം, ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെടാം. എറണാകുളം DDയോട് വിവരങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും പലയിടങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളതാണ്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട്, കോളേജുകളുമായി ബന്ധപ്പെട്ട്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഈ ഹിജാബ് ധരിക്കണം എന്നതാവശ്യപ്പെട്ട് കർണാടകയിലൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോയതാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് ഒരു ഭിന്നവിധിയായിരുന്നു. അത് ഒരു ജഡ്ജി ഇതിനെ അനുകൂലിക്കുകയും ഈ വസ്ത്രം ധരിക്കുന്നതിനെ അനുകൂലിക്കുകയും ഒരു ജഡ്ജി സ്കൂളുകളിൽ അത്തരം നിർദ്ദേശം നൽകാൻ കഴിയുകയില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. പിന്നീട് മേൽക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അതിലൊരു അന്തിമ തീർപ്പുണ്ടായിട്ടില്ല. നമ്മുടെ കേരള ഹൈക്കോടതിയിലും സമാനമായ വിഷയം എത്തുകയുണ്ടായി. അതിൽ 2018 കോടതി പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കഴിയുകയില്ല എന്നതാണ്. പൊതുവെ വിദ്യാലയങ്ങളിൽ ഒരു യൂണിഫോം ഉണ്ടായിരിക്കും, ആ കോഡ് അനുസരിച്ച് വേണം എല്ലാ വിദ്യാർത്ഥികളും എത്താൻ എന്നതാണ് കോടതി എത്തിയിരിക്കുന്ന തീർപ്പ്. അത് വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ ജാതീയമായോ മതപരമായോ ഒന്നും വേർതിരിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓരോ സ്കൂളുകൾക്കും അത്തരം ഒരു റെഗുലേഷൻസ് ഉള്ളത്. അത് പാലിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണ് എന്നൊരു കാര്യം കോടതി വിധികളിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരികയും പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പിന്നീടും ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ അതൊരു ഭീഷണിയുടെ വക്കിൽ പോലും എത്തി എന്നതാണ് മനസ്സിലാകുന്നത്. അതൊക്കെ മുളയിലെ നുള്ളേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു തരത്തിലും വർഗീയമായ ഇടപെടലുകൾ സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ല, കുട്ടികളെ അതിന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നതാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം വേർതിരിവുകൾക്ക് സ്കൂളുകൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നത് തന്നെയാണ് മന്ത്രിയും സൂചിപ്പിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഈ കോടതിയുടെ ഇടപെടലോടുകൂടി അവസാനിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ സ്കൂളിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്ന നിർദ്ദേശം തന്നെ കോടതി വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് നൽകിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അതിർത്തി സംഘർഷം രൂക്ഷമാകുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റുമുട്ടലിന്റെ കണക്കുകൾ ഇരു രാഷ്ട്രങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട്. പാകിസ്ഥാൻ ഏതാണ്ട് 200ഓളം താലിബാൻകാരെ കൊന്നു എന്ന വിവരം പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അത് അഫ്ഗാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതിനനുസരിച്ച് അഫ്ഗാൻ സേന അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തങ്ങൾ തിരിച്ചടി നൽകുന്നത് എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഇപ്പോൾ 200ഓളം താലിബാൻ സൈനികരെ തങ്ങൾ വധിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അവകാശവാദം അഫ്ഗാൻ തള്ളിക്കളയുകയാണ്. തങ്ങൾ 58 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുമായി ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ വസ്തുത എന്താണ് എന്നത് ഇന്ത്യ തെളിവ് നിരത്തി പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവകാശവാദങ്ങൾ എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിർത്തിയിലെ നിരവധി താലിബാൻ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വലിയ അവകാശവാദങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ കാബൂൾ ആക്രമണത്തിന് പകരമായി താലിബാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 58 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യം ഇതിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അഫ്ഗാൻ എന്നതുകൂടി നമ്മൾ കാണണം. ഈ അഫ്ഗാൻ ഉൾപ്പെടെ ലോകത്തിന്റെ പല രാജ്യങ്ങൾക്കും IS ഗ്രൂപ്പ് ഭീഷണിയാണ്. ഈ IS ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ താവളമൊരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും ഉയർത്തുന്നു. പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അഫ്ഗാനിന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ച പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നത് നമ്മൾ കാണണം. ഇത് മേഖലയിലെ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ ഒരു സൂചനയായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകരത ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ തങ്ങളെ മാതൃകയാക്കണമെന്ന് താലിബാൻ വിദേശകാര്യ മന്ത്രി പ്രസ്താവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇന്ത്യ അഫ്ഗാൻ ബന്ധം ഊഷ്മളമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ താലിബാൻ പിന്തുണച്ചത് പാകിസ്ഥാന് വലിയ രോഷമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി വിലയിരുത്തലുകളുണ്ട്. ആ സാഹചര്യത്തിലാണ് ആ മേഖലയിൽ കൂടുതൽ ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിയുന്നത് എന്നതാണ് വിവരം. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടലുകൾ വരുന്നത് ഈ ജമ്മു കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ
അഫ്ഗാൻ സ്വീകരിച്ച നിലപാടുകൾ പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് ആണ് എന്നതാണ് വിവരം. കരൂരിൽ 41 മനുഷ്യരുടെ ജീവനെടുത്ത ദുരന്തം നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നതായിരുന്നു TVKയുടെ ആവശ്യം. അവർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള CBI അന്വേഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. TVKയെ സംബന്ധിച്ച്, വിജയെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി ഇടപെടൽ എന്നത് വേണം നമ്മൾ കാണാൻ. കോടതി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുക. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അധ്യക്ഷനായി 3-അംഗ സമിതിയാണ് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ളത്. തമിഴ്നാട് കേഡറിലുള്ള 2 IPS ഉദ്യോഗസ്ഥരും ഈ കമ്മിറ്റിയിലുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാകരുതെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി നൽകി. അതൊരു സ്വതന്ത്ര അന്വേഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കോടതി ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. TVKയുടെ ഹർജിയിൽ TVKയ്ക്ക് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകുന്നു, ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് വഴിയുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഇതിൽ നിർണായകമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഇതിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനുള്ള കീഴ്ക്കോടതി നിർദ്ദേശം, മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം, അതിനെതിരെ കോടതി പരാമർശങ്ങൾ നടത്തുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തേടിയുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രൂപം നൽകിയിരുന്നത്. വിജയ്ക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ തീരുമാനം അതിനെ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഈ കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാറോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇത് TVKയെ സംബന്ധിച്ച് അതും അനുകൂലമാണ്. കാരണം അവർ പേടിച്ചിരുന്ന, അവർ ഭയന്നിരുന്ന ഇടപെടലുകൾ, അന്വേഷണത്തെ കോടതി വിമർശിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ BJP വലയിലാണ് വിജയ് എന്ന ആരോപണമാണ് ഈ കാര്യങ്ങളിൽ DMK നടത്തുന്നത്. CBI അന്വേഷണം വരുന്നതിന് പിന്നാലെ BJP വലയിലായിരിക്കുന്നു വിജയ് എന്ന ഒരു ആരോപണം DMK നടത്തുകയാണ്. ഇത് സർക്കാരിന് തിരിച്ചടിയല്ല ഇപ്പോഴത്തെ അന്വേഷണ പ്രഖ്യാപനം എന്നത് DMK സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, തമിഴ്നാട്ടിൽ ഈ 41 കുടുംബങ്ങൾ, മരിച്ച കുടുംബങ്ങളെ അവരെ ഏറ്റെടുക്കും, സംരക്ഷിക്കും, അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യപരവുമായ ഒക്കെ ചെലവുകൾ താൻ ഏറ്റെടുക്കും എന്ന കാര്യം, വിജയ് ഏറ്റെടുക്കുമെന്ന കാര്യം TVK വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, വിജയ് ഇതുമായി ബന്ധപ്പെട്ട് കരൂരിലേക്ക് എത്തുന്നു. ഈ 41 കുടുംബങ്ങൾ, പേർ മരിച്ച അവരുടെ കുടുംബാംഗങ്ങളെ വിജയ് നേരിൽ കാണാൻ ശ്രമിക്കും. 17-നാണ് വിജയുടെ കരൂർ സന്ദർശനം. ഇതിനുള്ള അനുമതി പോലീസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ മുറിവ് ഉണക്കാൻ വിജയുടെ ഭാഗത്തു നിന്നും നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ആ കുടുംബങ്ങളെ ദത്തെടുത്തുകൊണ്ട്, ഒപ്പം തന്നെ അവരുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട്, അവരെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട്, ഓരോ കുടുംബങ്ങളെയായി സന്ദർശിക്കാനല്ല, ഒരു പ്രത്യേക ഇടത്ത് ഈ കുടുംബങ്ങളെ വരുത്തി അവർക്ക് വിജയിയെ കാണാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സർക്കാർ തീരുമാനമെടുത്ത് അറിയിച്ചിരിക്കുന്നു. 17-ന് ആ കൂടിക്കാഴ്ച നടക്കുമെന്നതാണ് അറിയുന്നത്. ഇതാണ് ഇപ്പോൾ TVKയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. TVKയ്ക്ക് വലിയ തിരിച്ചടിയായ കരൂർ ദുരന്തത്തിൽ ആ മുറിവുണക്കാൻ വിജയ് 17-ന് കരൂരിൽ എത്തും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഫോക്കസ് വാർത്തകൾ. നമുക്ക് അനുവദിച്ച സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.